പെട്ടെന്ന് തന്നെ ആഹാരം വാങ്ങി വന്നു ആലോഷി. കഴിക്കാനിരുന്നപ്പോൾ രണ്ടു പേർക്കും തൊണ്ടക്കുഴിയിൽ കൂടി ഇറങ്ങാത്ത അവസ്ഥയിലായിരുന്നു. ഇനി ഇതുപോലെ ഒരു ദിവസം. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഒന്നും മിണ്ടാതെ ഇരുന്നു അവർ. കഴിച്ചെന്ന് വരുത്തി എഴുന്നേറ്റ് രണ്ടുപേരും പോകാനൊരുങ്ങി ആലോഷി. മുണ്ടും ജുബായും ഇട്ട് തനി കാഞ്ഞിരപ്പള്ളി അച്ചായനായി നിൽക്കുന്ന അവനെ കണ്ണ് ചിമ്മാതെ കണ്ടു നിന്ന് ചന്ദന. ഞാൻ പൊയ്ച്ചു വരാം, അവളുടെ കവിൾ തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ. കാറിൽ പോകുമ്പോഴാണ് പരിചയമില്ലാത്ത ഒരു നമ്പറിൽ നിന്നും കോൾ വരുന്നത്. വണ്ടി ഒതുക്കി നിർത്തി ഫോൺ എടുത്തു ആലോഷി. ഇച്ചയ, ഞാൻ സ്റ്റീഫനാണ്. പാർക്കിംഗ് സെക്ഷനിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്തുന്നു എന്നൊരു വിവരം കിട്ടി. എന്തോ ചതിയുണ്ട്. പെട്ടെന്ന് ഒന്ന് നോക്കാൻ പറ. 1 മണിക്കൂറിനുള്ളിൽ അവിടെ പരിശോധന നടക്കും. മറുവശത്തു നിന്നും കേട്ട വാർത്തയിൽ ഞെട്ടി ആലോഷി. ശരി, നീ ഇറങ്ങുമ്പോൾ ഒരു മിസ് കോൾ ചെയ്യേ, ഞാൻ സ്ഥലത്തില്ല, പറഞ്ഞുകൊണ്ട് കോൾ കട്ട് ചെയ്ത് വേഗത്തിൽ അജുവിനെ വിളിച്ചു. എന്നതാ ഇച്ചയ? എടാ, പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. പാക്കിംഗ് സെക്ഷനിൽ ആളുകളെ പുറത്തേക്ക് ഇറക്കി പെട്ടെന്ന് നമ്മുടെ എല്ലാത്ത പാക്കിംഗ് പെട്ടി വലുതുമുണ്ടോ എന്ന് നോക്ക്. ആരോ ചതിച്ചു. കഞ്ചാവുണ്ട് അവിടെ. പെട്ടെന്ന് കണ്ടുപിടിച്ച് പുറത്തെ നിലവറയിൽ തട്ടി വേണ്ടത് ചെയ്യ്. കൂടെ പുറത്തുനിന്നും ആരെയും വിളിക്കണ്ട. ബിനുവിനെ വിളിക്ക്. വേഗം റേഡി ഇപ്പോൾ ഉണ്ടാകും. ആലോഷി പറയുന്ന കേട്ട് ഫോൺ വെക്കാതെ തന്നെ പാക്കിംഗ് സെക്ഷനിൽ എത്തിക്കഴിഞ്ഞിരുന്നു അജു. എല്ലാവരെയും പുറത്താക്കി ചുറ്റും തിരിഞ്ഞു. ഒടുവിൽ മസാല ലീഫ് വയ്ക്കുന്ന പെട്ടികളിടയിൽ നിന്നും ഒരു വലിയ ബോക്സ് എടുത്തു. അവിടെ ബോക്സ് അല്ലായിരുന്നു അത്. ചെറിയ ദ്വാരം വഴി നോക്കി. അതെ, അത് തന്നെ. പെട്ടെന്ന് തന്നെ അതെടുത്ത് പിൻ ഷട്ടർ തുറന്ന് നിലവറയിൽ തള്ളി അജു. ആർക്കും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു നിലവറ. പഴയപടി ഇട്ടുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ തിരിഞ്ഞു. ബിനു എത്തി. അപ്പോഴേക്കും മാറി മാറി നോക്കി രണ്ടുപേരും. ഇല്ല, ഇനിയില്ല, ആശ്വാസത്തോടെ അജു പറഞ്ഞു. ആലോഷി വിളിച്ച് കാര്യം പറഞ്ഞു അവൻ. ശരി, അവർ വന്ന് നോക്കിയച്ചും പോട്ടെ. മുഖം വലിഞ്ഞു മുറുകി അവൻ്റെ. ജോയെ വിളിച്ച് വേണ്ട നിർദ്ദേശം കൊടുത്തു ആലോഷി. ഷാനു പറഞ്ഞ സ്ഥലത്ത് തന്നെ നിന്നിരുന്നു. ലേലത്തിനിരിക്കുമ്പോൾ പകം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി അവനെ ജാനി. അവളെ നോക്കി പുഞ്ചിരി തൂക്കിക്കൊണ്ട് മേശ പിരിച്ചിരുന്നു ആലോഷി. കുറേ അധികം ആളുകൾ ഉണ്ടായിരുന്നു. ജോ മാത്രമില്ല. ലേലം തുടങ്ങി. അവിടെയുള്ള പ്രമാണിമാർ വിളി തുടങ്ങി. 1 കോടി, 1,25,00,000, 2 കോടി. അവളുടെ ആദ്യത്തെ വിളി വന്നു. 2,50,00,000 ആലോഷി വിളിച്ചു. 2,70,00,000 ജാനി ആവേശത്തോടെ വിളിച്ചു. 3 കോടി ആലോഷി പറഞ്ഞു. എല്ലാവരും നിശബ്ദരായി. ലേലം ഉറപ്പിക്കാം. ആലോഷി നെല്ലിക്കടൻ 1 തരം, 2 തരം, 3,25,00,000 ജാനകി ആവേശത്തോടെ വിളിച്ചു. അതെ, ഇത് നമുക്ക് വേണ്ട ഷാനു. ചേച്ചി എടുക്കട്ടെ, വാ പോകാം. ജുബയുടെ കഴുത്ത് വലിച്ചിട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റു. കൂടെ ഷാനു. നിനക്ക് പണി ഇപ്പോൾ വരും, കാത്തിരിക്ക്. പേടിച്ചു പോവുകയാണോ? അവളുടെ കടപ്പിൽ ഞെരിഞ്ഞമരുന്നത് അറിഞ്ഞു ആലോഷി. 3,25,00,000 1 തരം, 2 തരം ഉറപ്പിക്കാൻ പോകുന്നു. നന്ദനം ഗ്രൂപ്പ്സ് MD ജാനകി. 3,50,00,000. പുറത്തുനിന്നും ഒരു ചെറുപ്പക്കാരൻ നടന്നു വന്ന് പുഞ്ചിരിച്ചുണ്ട്. ആഷ് കളർ ഷർട്ടും ബ്ലാക്ക് പാൻറ്റും എക്സിക്യൂട്ടീവ് ലുക്കിൽ പുഞ്ചിരിയോടെ നടന്നു വരുന്ന ചെറുപ്പക്കാരനെ ജാനി സൂക്ഷിച്ചു നോക്കി. എവിടെയോ കണ്ടു മറന്ന മുഖം അവള് ഓർമ്മയിൽ പരതി. വട്ടമുഖവും ക്ലീൻ ഷേവ് ചെയ്ത സുന്ദരമായ മുഖം. കാഴ്ചയിൽ തന്നെ ഹിന്ദി നടന്മാരുടെ ഭംഗി. ഒത്ത ശരീരം. അധികം താടിയില്ലെങ്കിലും ജിമ്മിൽ പോയി ഫിറ്റാക്കിയ ബോഡി. പേര് പറയും. ലേലത്തിൻ്റെ ചുമതലയുള്ളയാൾ പറഞ്ഞു. ഐ ആം ടീച്ചർ ടോണി ഫ്രം തൃശൂർ. പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ ഒഴിഞ്ഞിടക്കുന്ന കസാരയിലിരുന്നു. കൂടെ വന്നവർ അവൻ്റെ അടുത്ത് നിന്നും. ആലോഷി അവനെ നോക്കി മേശ പിരിച്ചുകൊണ്ട് ചിരിച്ചു. അപ്പോൾ പിന്നെ നിങ്ങൾ അനിയനും ചേച്ചിയും നോക്ക്. കമ്പനിക്ക് നഷ്ടം വരുന്നതൊന്നും ഈ ആലോഷി നെല്ലിക്കടൻ ചെയ്യുകയല്ല. ഞാൻ കണ്ട വില അത് തന്നെ കൂടുതലാ. വാശാനും പിള്ളേർ നോക്കട്ടെ, പറഞ്ഞുകൊണ്ട് വലത് കാൽ കൊണ്ട് മുണ്ടിൻ്റെ അറ്റം ഒന്ന് പൊക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് തല ഉയർത്തി പുറത്തേക്ക് പോകുന്നതിനിടയ്ക്ക് അജുവിൻ്റെ കോൾ വന്നു. ആലോഷി ഫോൺ എടുത്ത് ജാനി കേൾക്കാൻ പാകത്തിൽ ഞെട്ടൽ അഭിനയിച്ചു. എന്നാടാ ഉവേ നീ പറയുന്നേ? റെയ്ഡോ? എന്ന കാര്യത്തിന്? അവൻ്റെ ഭാവം കണ്ട് ഉള്ളിൽ ചിരിച്ചു ജാനി. ഓട് നീ, ഈ ഞാൻ ആരെന്ന് നിനക്കറിയത്തില്ല. അവനെ നോക്കി പുച്ഛത്തോടെ ഉള്ളിൽ പറഞ്ഞു അവൾ. ചേച്ചി, സംഗതി ഏറ്റു. അവൻ തളർന്നു. അവൻ പിന്മാറിയ സ്ഥിതിക്ക് ഇത് നമുക്ക് നഷ്ടം വരും. ഒന്നും കാണാതെ അവൻ പിന്മാറില്ല. അതുകൊണ്ട് നമുക്ക് വിടാം. ഈ ചെറുക്കൻ എന്തെങ്കിലും ചെയ്യട്ടെ. അവളുടെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ജഗൻ പറഞ്ഞു. കഞ്ചാവ്? ഞാൻ വരാം, നീ വെച്ചോ. ആലോഷി കാറ്റുപോലെ പുറത്തേക്ക് പോകുന്നത് കണ്ട് ചിരിച്ചു ജാനി. ലേലം ഉറപ്പിക്കാൻ പോവുകയാണ്. ടീച്ചർ ടോണിക്ക് 3,50,00,000 രൂപ. 1 തരം, 2 തരം. അയാളൊന്ന് നിർത്തി ജാനിയെ നോക്കി. ജാനകി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി. കൂടെ ജഗനം. ലേലം ഉറപ്പിച്ചു. 3 തരം. ടീച്ചർ ടോണി ലേലം ഉറപ്പിച്ചു. എല്ലാവരും കൈയടിച്ചു. ജാനിയുടെ വണ്ടിയുടെ അടുത്ത് നിൽക്കുകയാണ് ആലോഷി. അവൻ അവിടെ നിൽക്കുന്നത് കണ്ട് അനിയനെ നോക്കി ജാനി. ഇവൻ പോയില്ലേ? ജഗൻ സ്വയം ചോദിച്ചു. അപ്പോൾ ജാനകി പിന്മാറിയല്ലേ?
എന്നാലും ആ കൊച്ചൻ വിളിച്ചപ്പോൾ ഒരു 10 ലക്ഷം കൂട്ടി നീ വിളിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. അല്ലെങ്കിൽ തന്നെ ഈ ബാർ അതൊന്നും നിനക്ക് പറ്റിയ പണിയല്ല. നിനക്ക് വല്ല കഞ്ചാവ് ഒളിപ്പിക്കാനോ അല്ലെങ്കിൽ നിന്റെ കാശിൻ്റെ ഹുങ്കുകൊണ്ട് വാടകയ്ക്ക് കോടിച്ചിപ്പട്ടികളെ വിട്ട് ആൺകുട്ടികളുടെ കയ്യിൽ നിന്നും നല്ല നാടൻ തല്ലി മേടിച്ചു കൂട്ടാൻ വിടാനുമൊക്കെ അല്ലേ അറിയൂ. അല്ലാതെ ആൺപിള്ളേർ കളത്തിലിറങ്ങി കളിക്കുന്നത് നീ കണ്ടിട്ടില്ലല്ലോ. ദാ നോക്ക്, അതുപോലെ ഈ അലോഷി നെല്ലിക്കടൻ കളത്തിലിറങ്ങി കളിച്ച ചുണക്കുട്ടിയാണ് ദാ വരുന്നത്. കണ്ണ് തുറന്ന് നീ കാണ്. അത് പറഞ്ഞ് അവൾ വലത് കൈയിൽ പിടിച്ചൊന്ന് തിരിച്ചുകൊണ്ട് പിന്നിലേക്ക് തിരിച്ചു. പുഞ്ചിരിയോടെ നടന്നു വരുന്ന ടീച്ചറെ കണ്ട് പകച്ചു നിന്നു ജാനകി. അലോഷി ഇറക്കിയ ആളാണ് അവൻ എന്നും താൻ പറഞ്ഞിട്ടാണ് കഞ്ചാവ് വെച്ചതെന്നും എല്ലാം അവൻ അറിഞ്ഞിരിക്കുന്നു. അവളുടെ കൈ അവൻ്റെ കയ്യിൽ ഞെരിഞ്ഞമരുന്നത് അറിഞ്ഞു അവള്. എടി, നിന്റെ ചീപ്പ് പരിപാടി എൻ്റെ അടുത്ത് കൊണ്ടുവരരുതെന്ന് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാകില്ല അല്ലേ? അവൻ്റെ സ്വരം അവളുടെ കാതിൽ ഉരുകി വരുന്ന ലാവ പോലെ തോന്നി അവൾക്ക്. വേദന കൊണ്ട് പൊളഞ്ഞു ജാനകി. നീ എന്നെ ചതിക്കാൻ നോക്കിയല്ലേ? നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ അച്ഛൻ്റെ അച്ഛനായി കളവ് കാണിച്ചുണ്ടാക്കിയ മുതലല്ലേ? അതിൻ്റെ പാരമ്പര്യം നീ കാണിക്കാതിരിക്കില്ല. കൈവിടടാ. അവനെ നോക്കി അലറി അവള്. ഞാൻ വിടാം, പക്ഷെ ഇത് നിനക്ക് ഞാൻ കരുതി വെച്ച സമ്മാനമാണ്. ഇത് വാങ്ങാതെ നീ പോകാൻ പാടില്ല. എന്തായാലും 5 കോടിയുടെ മുതൽ എനിക്ക് നീ 3,50,00,000 ഒപ്പിച്ചു തന്നതല്ലേ നീ? അപ്പോഴും എൻ്റെ കമ്പനിക്ക് തന്നെയാണ് നേട്ടം. അലോഷി അവളുടെ പിടി വിട്ടുകൊണ്ട് പറഞ്ഞു. എടാ, നീ ജയിച്ചൊന്ന് കരുതണ്ട. നിന്നെ പൂട്ടിക്കെട്ടിക്ക് ഞാൻ. നാണമില്ലേ വേറെ ഒരുത്തിനെ കൊണ്ട് ലേലം വിളിപ്പിക്കാൻ? അന്തസ്സോടെ നിന്ന് നേർക്ക് നേർ കളിക്കണം. അതാണ് ചുണക്കുട്ടികൾ ചെയ്യേണ്ടത്. അവൾ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. വലത് കൈ നിവർത്തി ഒറ്റയടിയായിരുന്നു അവളുടെ കവളിൽ അലോഷി. സൂര്യനെ പോലെ ചുവന്നു അവൻ. നീ കളിച്ചത് എന്ത് കളിയാ? പറയടി പോലെ. ചെറ്റത്തരം കാണിച്ചിട്ട് എൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കാറായോ നീ? ഇവൻ ആരാണെന്നാ നിന്റെ വിചാരം? എൻ്റെ അനിയനായിട്ട് വരും. നെല്ലിക്കടമയുടെ ചുണക്കുട്ടി തന്നെയാണ് ഇവനും. അത് നിനക്ക് വഴി അറിയിച്ചു തരാം ഞാൻ. ഇനി മേലാൽ എൻ്റെ വഴി മുടക്കാൻ നീ കച്ച കെട്ടി ഇറങ്ങിയാൽ കച്ച് ഞാൻ അടിപടലം കൊളുത്തും. കേട്ടോടി പന്നം. അവൻ വിളിച്ച തെറി കേട്ട് കാത് പൊത്തി പിടിച്ച് ഷാനുവും ജോയും. എടാ നീ! അല്ലറിക്കൊണ്ട് അവനെ അടിക്കാൻ കൈ വീശി വന്ന ജഗന്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലോഷി മുരണ്ടു. നിന്റെ ചേച്ചിയെ വല്ല ആൺപിള്ളേർക്കും പിടിച്ച് കെട്ടിച്ചു കൊടുക്ക്. ഇല്ലെങ്കിൽ ഇവൾ ഇനിയും എൻ്റെ പുറകെ മണപ്പിച്ചു വരും. എനിക്ക് വേണ്ടി കാത്തിരിക്കാനും കൊടക്കിടക്കാനും ഒരു പെണ്ണുണ്ട്. ഇനിയും എൻ്റെ പാതിയിൽ വഴി മുടക്കാൻ നിന്നാൽ മോനെ ജഗ, നീ നിന്റെ ചേച്ചിയും ആയുസെത്താതെ ചാകും. കേട്ടോടാ. അവനെ പിന്നിലേക്ക് ആഞ്ഞു തള്ളി അലോഷി. ചേട്ടായി വിട് പോട്ടെ, ജോ അവനെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. ജാനകി നിന്ന് വിറച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ അത്രയേറെ അപമാനിച്ചു അലോഷി. അതായിരുന്നു അവളുടെ ചിന്തയിൽ. നീ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഞാൻ വരവ് വെച്ചു. നീ കാത്തിരുന്ന് കാണും. ഇപ്പോൾ ബോൾ നിന്റെ പോസ്റ്റിലാണ്. നീ കളിക്ക്. എൻ്റെ പോസ്റ്റിൽ വരും. അപ്പോൾ കളി എന്തെന്ന് കാണിച്ചു തരാം. ഈ ജാനകി നിന്റെ അഹങ്കാരമായ അനിയന്മാരില്ലേ, അവരെ കൊണ്ട് തന്നെ നിന്റെ ശവക്കുഴി തോണ്ടിക്കും ഈ ജാനകി. കണ്ണുകളിൽ നിറഞ്ഞ പകയോടെ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ കാറിൽ കയറി അവള്. ജഗൻ ഓടിപ്പോയി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. കാർ അതിവേഗത്തിൽ ഓടിച്ചു പോയി. അലോ, അവളെ സൂക്ഷിക്കണം. കണ്ണുകളിൽ പാമ്പിൻ്റെ പകയാണ് നിറഞ്ഞു നിൽക്കുന്നത്. അവൾ വരും. എല്ലാം കണ്ടും കെട്ടുന്ന ഷാനു പറഞ്ഞു. ഇത് ഇവിടെ തീരില്ല. എനിക്കും അറിയാം. വരട്ടെ, നോക്കാം. ആലോഷി ആലോചനയിൽ പറഞ്ഞു. അത് ചേട്ടായി, വല്ലാത്തൊരു സ്ത്രീ തന്നെ. ഉള്ളിൽ തോന്നിയത് തുറന്നു പറഞ്ഞു ജോ. നീ അത് കാര്യമായി എടുക്കാതെ. ഈ പുറംപൂച്ച അവൾക്കൊരു മറിയാ. അവളെ എനിക്കറിയാവുന്നതുപോലെ വേറെ ആർക്കും അറിയില്ല. എന്തായാലും നിന്റെ എൻട്രി കലക്കി. വാ, ബാക്കി കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം. അവർ തിരികെ ഓഫീസിലെത്തി എല്ലാ കാര്യങ്ങളും ശരിയാക്കി. പപ്പ വന്നിട്ടുണ്ട്, ഹോട്ടലിലുണ്ട്. തിരിച്ചിറങ്ങി വരുമ്പോൾ ജോ പറഞ്ഞു. ആണോ? എന്നോട് നീയും കൂട്ടുകാരനും മാത്രമേ വരുന്നുള്ളൂ എന്നാണല്ലോ പറഞ്ഞത്. ആലോഷി ടീച്ചറുടെ തോളിലൂടെ കൈയിട്ട് അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ശരിയാണ്. ഞാൻ പുറപ്പെട്ടപ്പോൾ പപ്പായ്ക്ക് ഒരു ചെറിയ ഭയം. അപ്പം പിന്നെ കൂടെ കൂട്ടി ഞാനും. വെറുതെ ആളെ ടെൻഷൻ ആക്കണ്ടല്ലോ. ഇരുവരും ചിരിച്ചു. ശരി, എന്നാ നീ വിട്ടോ, ഞാൻ പുറകെ കാറിൽ വരാം. ആലോഷി തൻ്റെ കാറിനടുത്തേക്ക് നടന്നു. ഷാനുവും കൂടെ കയറി. ആദ്യം വണ്ടി എടുത്തിട്ട് ജോ, പിന്നാലെ ആലോഷിയും. ഫോൺ ബില്ലടിക്കുന്ന കേട്ട് ആലോഷി വണ്ടി ഒതുക്കി നിർത്തി ഫോൺ എടുത്തു. ഇച്ചയ, എല്ലാം കഴിഞ്ഞു. അവന്മാർ പോയി. മീഡിയക്കാരുമുണ്ടായിരുന്നു. ആകെ നാണം കെട്ടുപോയനെ. ആരതിന് പിന്നിലെന്ന് അറിഞ്ഞോ? അവൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ. അജി ദേഷ്യത്തോടെ പറഞ്ഞു. ആരാണെന്നൊന്നും അറിയില്ല. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു കണ്ണ് വേണം. കോട്ടത്തിൽ നിന്നവർ തന്നെയാണ് ചതിച്ചിരിക്കുന്നത്. അതൊക്കെ ഞാൻ വന്നിട്ട് നമുക്ക് നോക്കാം. നിങ്ങളാരും അതിന് പുറകെ പോകരുത്. ശത്രു താവളത്തിൽ തന്നെയുണ്ട്. ഞാൻ നാളെ എത്തും. അതുവരെ ശ്രദ്ധിക്കൂ. പറഞ്ഞിട്ട് ഫോൺ വെച്ചു അവൻ. ഹോട്ടലിലെത്തി ഇളയപ്പനെ കണ്ട് സംസാരിച്ചു അവൻ. അല്ല, ഇനി നീ പാലക്കാടെത്തി പാലയിലേക്ക് തിരിച്ചു പോകാൻ എത്ര സമയമെടുക്കുമെന്നാണ്?
നാളത്തെ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാമായിരുന്നില്ലേ? ഇളയപ്പൻ ചോദിച്ചു. അത് അത്ര എളുപ്പമാവില്ല. കാരണം ആദ്യം പറഞ്ഞ ഡേറ്റ് മാറ്റിയതാണ്. ഇനിയും മാറ്റിയാൽ അതൊരു ബാഡ് ഇമേജ് ആകും കമ്പനിക്ക്. തുടക്കക്കാരാണ്. ആലോചി ചിന്തിച്ചിരുന്നുകൊണ്ട് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നീ വിട്ടോ. ചന്ദനമോളെ ഞങ്ങൾ കൊണ്ടുവിടാം. എന്തായാലും തൃശ്ശൂർക്ക് പോവുകയാണല്ലോ. ഇളയപ്പൻ പറഞ്ഞപ്പോൾ അത് ശരിയാണല്ലോ എന്ന് അവനും തോന്നി. പാലായിൽ ചെന്നിട്ട് അത്യാവശ്യമുണ്ട്. ജാനി അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒപ്പിക്കും മുൻപ് താൻ അവിടെ വേണം. എന്തിനും മടിക്കില്ല അവള്. ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകാം. ഫ്ലാറ്റിലെ ചന്ദനൻ റെഡിയായിരിക്കുന്നുണ്ട്. അവളെ കണ്ട് സംസാരിച്ച് വേണ്ടത് ചെയ്യാം. ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ അവിടെ തറകുമ്പോൾ വിളിച്ചാൽ മതി. ഫ്ലാറ്റ് അറിയാലോ ഇവൻ്റെ. ഷാനു ഒന്ന് പറഞ്ഞു കൊടുക്ക്, ഞാനൊരു കോൾ ചെയ്ത് വരാം. പറഞ്ഞിട്ട് ഫോൺ എടുത്ത് മാറി നിന്ന് ആരെയും വിളിച്ച് സംസാരിച്ചു അവൻ. ഓഫീസ് കാര്യങ്ങൾ തന്നെയായിരുന്നു സംസാര വിഷയം. ഫോൺ വെച്ച് അവൻ യാത്ര പറഞ്ഞിറങ്ങി. മോൻ ചെല്ല്, പിന്നാലെ എത്തി ഞങ്ങൾ, ഇളയപ്പം പറഞ്ഞു. ഷാനുവിനെ ഇറക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞ് അലോഷി ഫ്ലാറ്റിലേക്ക് വണ്ടി വിട്ടു. ഈ സമയം ബെഡ്ഷീറ്റ് എല്ലാം വാഷിംഗ് മെഷീനിൽ കഴുകി വിരിച്ചു ചന്ദന. അവിടെ എല്ലാം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടു. അലോഷി ബേക്കറിയിൽ നിന്നും കഴിക്കാൻ വാങ്ങി. ഒരു കുപ്പി മീറാണ്ടയും വാങ്ങി. പിന്നെ ഡോർബെൽ അടിച്ചു. ചന്ദന പെട്ടെന്ന് വാതിൽ തുറന്നു. എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? പനിയുണ്ടോ? കയറിയ പാടെ ചോദിച്ചു അവൻ. ഏയ് ഇല്ല. എന്തായി പോയിട്ട്? അവൻ്റെ കയ്യിലും കവർ വാങ്ങി ടേബിൾ വെച്ചുകൊണ്ട് ചോദിച്ചു അവള്. സെറ്റിൽ അവളെ പിടിച്ചിരുത്തി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു അവൻ. അവളുടെ വിരലുകൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അന്ന് നടന്ന സംഭവങ്ങൾ മുഴുവനും അവൻ അവളോട് വിവരിച്ചു കൊടുത്തു. അവൾ ആകാംക്ഷയോടെ എല്ലാം കേട്ടിരുന്നു. അവള് ഇച്ചാനെ വിട്ട് പോകില്ലെന്ന് തോന്നുന്നു. പാവം, അത്ര സ്നേഹിച്ച് കാണും. അവളുടെ പറച്ചിൽ കേട്ട് അലോഷി അത്ഭുതത്തോടെ അവളെ നോക്കി. നീ ഇത്ര പാപമായി പോകരുത്. ചതിയുടെ മുഖം മൂടി തിരിച്ചു വരുന്നവരെ തിരിച്ചറിയാൻ പഠിക്കാൻ കഴിയണം. അവളുടെ കയ്യിൽ പിടിച്ചു തന്നെ നെഞ്ചിൽ വെച്ചുകൊണ്ട് പറഞ്ഞു അവൻ. പിന്നെ നീ ഇളയപ്പൻ്റെ കൂടെ പോകുമോ? എനിക്ക് നാളെ കാലത്ത് പാലയിലെത്തണം. അവള് അവിടെ ചെന്ന് ഇനി എന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. ഈ സമയം ഞാൻ അവിടെ വേണം. അലോഷി പറയുന്ന കേട്ടപ്പോൾ തന്നെ ഭയം തോന്നി അവൾക്ക്. ഇച്ച സൂക്ഷിക്കണം. അവള് എന്തെങ്കിലും പൂർത്തിയാക്കാതെ നിർത്തി ചന്ദന. എന്നെ ഒന്നും ചെയ്യില്ല അവള്. പക്ഷേ എൻ്റെ കൂടപ്പിറപ്പുകൾ അവരെ. എന്നാൽ പിന്നെ അവളെ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റും ഞാൻ. വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അവൻ. ഞാൻ പോകാം ഇച്ച. വേറെ ആരും അല്ലല്ലോ, ഇളയപ്പൻ്റെ കൂടെയല്ലേ? അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവള്. ശരി, എൻ്റെ ബാഗ് ഒതുക്കി വെക്കട്ടെ. അവൻ എഴുന്നേറ്റു. ഞാൻ വെച്ചിട്ടുണ്ട്, ഇനി ഒന്നുമില്ല, ചന്ദന പറഞ്ഞു. ചന്ദന, നിന്നെ കാണാതെ ഒരു നിമിഷം പോലും വയ്യ എനിക്ക്. ഞാൻ വിളിക്കും, അപ്പോൾ നീ ഫോൺ എടുക്കണം. നിനക്ക് എപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കാൻ തോന്നുന്നുവോ അപ്പോൾ വിളിക്കണം. ഞാൻ തിരക്കിലാകും എന്ന് കരുതി വിളിക്കാതിരിക്കരുത്. നിന്നേക്കാൾ വലിയ തിരക്കുകളൊന്നും ഇല്ല എനിക്ക്, കേട്ടോ? അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ഈറനായി. വിളിക്കാം ഇച്ചാ, ഇനി ഇതുപോലെ. ചന്ദന വാക്കുകൾ കിട്ടാതെ വിഷമിച്ചു. നീ കുറച്ചുകൂടെ ക്ഷമിക്ക്, ഞാൻ വഴി കണ്ടിട്ടുണ്ട്. അവളെ ആശ്വസിപ്പിച്ചു അവൻ. 2 ആഴ്ച എന്ന് പറയുന്നത് 2 വർഷം പോലെ ആകും എനിക്ക്. ചന്ദൻ അവൻ്റെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കും നീ അടുത്തില്ലാത്ത ഓരോ നിമിഷവും ഇവ ഭ്രാന്ത് പിടിക്കുന്നത് പോലെയാണ്. അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ കവിളിൽ പിടിച്ച് നെറ്റിയിലും കവിളിലും ചുണ്ടുകളിലും ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് ചിത്രം വരയ്ക്കാൻ തുടങ്ങി. വാതിൽ മുട്ടുകേട്ടപ്പോൾ പരസ്പരം അകന്ന് മാറി ഇരുവരും. ഇളയപ്പനാക്കും, നീ കുടിക്കാൻ അതെടുക്ക് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അവൻ. വാതിൽ തുറന്നു. എവിടെ എൻ്റെ കുടുംബത്തിലെ മൂത്ത മരുമകൾ? ടോണി ഇളയപ്പൻ ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ചന്ദനൻ നാണം കൊണ്ട് ചുവന്നു പോയി. ചന്ദനെ കുടിക്കാനെടുക്ക്, നീ വാ. എന്താ അവിടെ നിൽക്കുന്നത്? ജോയിയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറ്റി ആലോഷി. എല്ലാവരും കൂടി കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ശരി, ഇറങ്ങാം. ഇനിയും താമസിച്ചാൽ ഒരുപാട് സമയമാകും. ചന്ദന പെടുന്ന ഗ്ലാസ് എല്ലാം കഴുകി വെച്ചു. വേസ്റ്റ് എല്ലാം ബാസ്ക്കറ്റിലിട്ട് റൂമിലേക്ക് ഡ്രസ്സ് മാറാൻ കയറിയപ്പോൾ ആലോഷിയും കൂടെ പോയി. വാതിൽ പുറകിലടയുന്ന ശബ്ദം കേട്ട് ചന്ദന തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും ഓടിച്ചെന്ന് അവൻ്റെ മാറിലേക്ക് ചാഞ്ഞു. ഇച്ചാ, എനിക്ക്. എന്താ പെണേ, നീ പോകുന്നില്ലേ? ഇല്ലൽ, വേണ്ട, നമുക്ക് പാലയിലേക്ക് പോകാം. നീ വിഷമിക്കുന്നത് കാണാൻ വയ്യ പൊന്നെ, അവളെ ഇറക്കി പുണർന്നുകൊണ്ട് പറഞ്ഞു അവൻ. സാരില്ല, ഇനിയും മാറ്റി പറയാൻ വയ്യ. ഞാൻ പോയിട്ട് വരാം. കൊണ്ടുപോകാൻ വരില്ലേ? അവൻ്റെ നെഞ്ചിൽ ഇരു കൈകളും കുത്തി കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചോള്. പിന്നെ 2 ആഴ്ച. എൻ്റെ പ്രാണൻ ഇവിടെ ഉപേക്ഷിച്ചാണ് ഞാൻ പോകുന്നത്. നീലാതെ വയ്യ പെണേ, അവളുടെ കണ്ണുകളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അവൻ. ശരി, അവർ എന്ത് വിചാരിക്കും? നീ ഒരുങ്ങി വാ. ചന്ദനൊന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ നെറ്റിയിലും കവിളിലും മാറി മാറി ചുംബിച്ചുകൊണ്ട് അവനിൽ നിന്നും അടർന്നു മാറി കണ്ണുകൾ തുടച്ചു. ആലോഷി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി ബാഗ് എടുത്ത് ഇറങ്ങി ചന്ദന. ധാവണിയാണ് അവൾ ഉടുത്തത്. കയ്യിൽ നിറയെ വളകളും. പഴയ പോലെ തന്നെ അവൾ.
എത്തിയിട്ട് വിളിക്കണം കേട്ടോ. അലോഷി വീണ്ടും ഓർമ്മിപ്പിച്ചു അവളെ. വിളിക്കാം, പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവള്. വണ്ടിയുടെ അവിടം വരെ അവനും കൂടെ പോയി. പിൻസീറ്റിൽ അവളെ കയറ്റിയിരുത്തി ഡോർ അടച്ചവൻ. ടിജോ വണ്ടി സ്റ്റാർട്ടാക്കി. ഇപ്പോൾ ഇറങ്ങില്ലേ അതോ കുറച്ച് കഴിഞ്ഞിട്ടോ? ഇളയപ്പൻ ചോദിച്ചു. ഞാനും ഇറങ്ങാൻ പോവുകയാണ്, അലോഷി ഇളയപ്പനോട് പറഞ്ഞു. അവനെ നോക്കി കൈ വീശുമ്പോൾ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തൻ്റെ ഇടം നെഞ്ചി പിടയുന്നത് അറിഞ്ഞു അലോഷി.